മറ്റത്തൂരിലത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വന്നൂരിലാണ് UDF നേരിടുന്ന മറ്റൊരു പ്രശ്നം. മറ്റത്തൂർ കൂറുമാറ്റമാണെങ്കിൽ ഇവിടെ കുറുമുന്നണിയാണ്. അപ്പോൾ തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് SDPIയുമായി സഖ്യമുണ്ടാക്കിയതിൽ തനിക്കൊന്നും അറിയില്ല എന്നാണ് DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ചൊവ്വന്നൂരിൽ കാര്യങ്ങൾ നിശ്ചയിച്ചത് DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണെന്നും വർഗീസ് പറഞ്ഞു. എന്നോട് ഇത് ചോദിച്ചിട്ട് എനിക്ക് ഒരു ഉത്തരമില്ല. ഞാൻ ആരോടെ പറയാ? ഞാൻ വ്യക്തിപരം എന്നോട് തന്നെ പറയണം. ഞാനിതിലൊരു കമ്മിറ്റിയിൽ അംഗമല്ല. ഒരു സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോർ കമ്മിറ്റിയിലോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തീരുമാനിച്ച കമ്മിറ്റിയിലോ ഞാൻ അംഗമല്ല. നിങ്ങളെ ആരോടെങ്കിലും പത്രക്കാരോട് ആ മിനിസ് ചോദിക്കേ, പത്രക്കാരോട് പാർട്ടിക്കാർ മിനിസ് പറയട്ടെ വർഗീസിൽ ഭാഗമാണോന്ന്. പിന്നെ ഞാനെന്താ എൻ്റെ വ്യക്തിപരം ഞാൻ എന്നോട് പറയാം, വേറെ ആരോട് ഞാൻ പറയാം? ഞാൻ പറഞ്ഞില്ല, ഇതിൽ വൈസ് പ്രസിഡന്റും തീരുമാനിച്ചത് ഞാനല്ല. KPC ജനറൽ സെക്രട്ടറി നേരിട്ട് വന്നിട്ട് തീരുമാനിച്ചത്. അത് എന്നെ അടുപ്പിച്ചിട്ട് പോലില്ല, എന്നെ വിളിച്ചിട്ട് പോലുമില്ല, എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ അഭിപ്രായം പറയാം? ഞാൻ അവിടെ പറയാം. അവരെടുത്തൊരു തീരുമാനമാവും KPC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ. അവരോട് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ എനിക്കറിയില്ല. ഇതിന് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്ന്. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, ചൊവ്വന്നൂരിൽ SDPയുമായി ചേർന്ന് ഭരണസമിതി ഉണ്ടാക്കിയതിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് വർഗീസ് വീണ്ടും പറയുന്നത്. പിന്നീട് എന്തിനാണ് വർഗീസിനെതിരെ നടപടിയെടുത്തത് പാർട്ടി? ഈ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ SDPയുടെ പിന്തുണയോടെ ഭരണസമിതി ഉണ്ടാക്കിയതിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി എടുത്തിരുന്നു. പ്രത്യേകിച്ച് DCC എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വർഗീസ് ചൊവ്വന്നൂരിനെതിരെയും ഒപ്പം ഭാര്യയായിട്ടുള്ള ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സബേറ്റ വർഗീസിനെതിരെയുമാണ് പ്രധാനമായും നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ SDPയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും തനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നാണ് വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു ഘട്ടത്തിലോ പാർട്ടി തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താൻ ഇടപെടേണ്ടിയിരുന്നത്? താൻ ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെട്ടിട്ടില്ല. അത് പാർട്ടിയിലുള്ള മറ്റു ആളുകളുടെ തീരുമാനം തന്നെയാണ്. തനിക്കതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. മാത്രമല്ല, ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി പോലും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് വർഗീസ് പറയുന്നത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഒരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്നുകൂടി വർഗീസ് പറയുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ചൊവ്വന്നൂരിലെ കാര്യങ്ങൾ നിശ്ചയിച്ചത്, ചൊവ്വന്നൂരിൽ എന്ത് നടക്കണം, SDPയുടെ പിന്തുണ തേടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ്. ആ യോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്തോ എന്നതിനെ പറ്റിയൊന്നും തനിക്കറിയില്ല. താൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വർഗീസ് പറയുന്നത്. എന്തായാലും നിലവിൽ പാർട്ടി വർഗീസിനെതിരെയും മറ്റ് നേതാക്കൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം വർഗീസിന്റെ ഭാര്യയായിട്ടുള്ള സബേറ്റ വർഗീസിനെതിരെയും അടക്കം നടപടിയെടുത്തിട്ടുണ്ട്.